ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു 2-3 ആപ്ലിക്കേഷനിൽ അപ്ഡേറ്റുകൾ കാണുന്നുണ്ട്. ഒന്ന് അഥേൻ നെറ്റ്വർക്ക്, അതുപോലെ തന്നെ ഡബ്ല്യു കോയിൻ, ഒന്ന് ഗ്യാമിക്. ഇത് 3 ആപ്ലിക്കേഷനിലാണ് അപ്ഡേറ്റുകൾ കാണുന്നത്. അപ്പോൾ അഥേൻ നെറ്റ്വർക്കിൽ എല്ലാ മാസവും നമുക്ക് ETH വന്നിട്ട് ഈ അഥേൻ പാന്തൻ നെറ്റ്വർക്കിൽ ETH നമുക്ക് വിഡ്രോ കിട്ടുന്നുണ്ട്. ഈ കാണുന്ന ഫോസെറ്റ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വിഡ്രോയുടെ ഓപ്ഷൻ ഓപ്പണായി വരും. ഇവിടെ നമ്മുടെ വാലറ്റ് അഡ്രസ്സ് കാണുന്നുണ്ട്. ഇവിടെ റിക്വസ്റ്റ് കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ വാലറ്റിലേക്ക് നിങ്ങൾക്ക് ടോക്കൺ അത് പോകും. ETH നിങ്ങൾക്ക് പോകും. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഹിസ്റ്ററി കാണാൻ കഴിയും. ഡിസംബറിൽ നമ്മൾ വിഡ്രോ ചെയ്തു, ജനുവരിയിൽ വിഡ്രോ ചെയ്തു, ഫെബ്രുവരിയിൽ ഈ മാസത്തെ വിഡ്രോ ചെയ്തു. ബൈ ചാൻസ് ഞാനിത് മറക്കുകയാണെങ്കിൽ നെക്സ്റ്റ് മന്തിൽ ഒന്ന് കമൻറ്റ് ബോക്സിലോ ടെലഗ്രാമിലോ ഒക്കെ ഒന്ന് മെൻഷൻ ചെയ്താൽ നന്നായിരിക്കും. നമുക്ക് എല്ലാവർക്കും ഇത് വിഡ്രോ ചെയ്തെടുക്കാൻ കഴിയും. ഇത് വിഡ്രോ ഇപ്പോൾ നമുക്ക് തരുന്നത് ഇത് മെയിൻ നെറ്റ് വരുമ്പോൾ അതിൻ്റെ ഗ്യാസ് ഫീക്ക് വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് മെറ്റാമാസ്കിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ മെറ്റാമാസ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് ഇപ്പോൾ 3 പ്രാവശ്യമായിട്ട് കിട്ടിയത് $0.009 ഇത്രയുണ്ട്. ഇപ്പോൾ അല്പം വില കുറവാണെങ്കിലും $24 വാല്യൂ കാണുന്നുണ്ട്. ഈ കാണുന്ന അഥോൻ, അതുപോലെ തന്നെ ഡോജൊക്കെ നമുക്ക് നേരത്തെ വിഡ്രോ കിട്ടിയതാണ്. ഇത് മാർച്ച് മാസത്തിൽ ഈ അഥേൻ നെറ്റ്വർക്കിൻ്റെ ഈ ടോക്കൺ ATH ടോക്കൺ ലിസ്റ്റാകുന്ന ടൈമിൽ നമുക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഗ്യാസ് ഫീ ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് ഡബ്ല്യു കോയിനിലെ അപ്ഡേറ്റുകളിലേക്ക് നമുക്ക് നോക്കാം. ഡബ്ല്യു കോയിനിൽ കഴിഞ്ഞ ദിവസം വന്ന ഒരു അപ്ഡേറ്റാണ്. അവരുടെ വന്നിട്ട് പ്രീ മാർക്കറ്റിൽ വന്നിട്ട് ഒരു ഡബ്ല്യു കോയിൻ്റെ NFT വന്നിട്ടുണ്ട്. അപ്പോൾ ഈ NFT വന്നിട്ട് കമ്പൽസറി അല്ല, നമുക്ക് ഈ വിഡ്രോയ്ക്കോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി നിർബന്ധമല്ല. അപ്പോൾ ഇതിൽ വന്നിട്ട് കുറേ പേർക്ക് ഇത് എലിജിബിൾ ആകുന്നുണ്ട്, കുറേ പേര് എലിജിബിൾ ആകുന്നില്ല. അപ്പോൾ പലർക്കും ഒരു സംശയമാണ്, ഇതുകൊണ്ട് ഇനി നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമോ, നമുക്കിനി വിഡ്രോ കിട്ടാതെ പോകുക, അങ്ങനെയൊന്നുമില്ല. ഇത് നിങ്ങൾ വായിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ വന്നിട്ട് ഇതൊരു ഇവരുടെ ഒരു പ്രോഗ്രാം പോലെ ഇവർ ചെയ്തതാണ്. പക്ഷേ ഇതൊന്നും ഒരു കമ്പൽസറി നമുക്കല്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇവരുടെ വിഡ്രോ വരികയാണെങ്കിൽ വിഡ്രോ കിട്ടുക തന്നെ ചെയ്യും. നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മൾ പോകുമ്പോൾ നിങ്ങൾ റെഫറൊന്നും ചെയ്യാത്തവരാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, നിങ്ങൾക്ക് എലിജിബിൾ ആകത്തില്ല. അപ്പോൾ ഇതിൽ വന്നിട്ട് ഏറ്റവും താഴെ സെൻട്രലായിട്ട് കാണുന്ന ഗിഫ്റ്റ് ബോക്സിൻ്റെ ഇത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത് ഞാൻ ആൾറെഡി എലിജിബിളാണ്. കാരണം ഒരു അറ്റ്ലീസ്റ്റ് 3 എന്താ പറയുക റെഫർ വേണം. അതുപോലെ തന്നെ ഇവരുടെ അറ്റ്ലീസ്റ്റുള്ള ടാസ്കുകൾ കംപ്ലീറ്റ് ആയിരിക്കണം. അങ്ങനെയുള്ളവർക്ക് എലിജിബിളാണ്. ഇത് എലിജിബിൾ ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് വിഡ്രോ കിട്ടുകയോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് വിഡ്രോ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവർ പറഞ്ഞിരിക്കുന്നത് നേരത്തെ ഈ ഗാലക്സി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നേരത്തെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വന്നിട്ട് ഇത് എടുത്തിട്ടുള്ളവർക്ക് പറയുന്നുണ്ട് 100% ടോക്കൺസ് TGയിൽ അൺലോക്ക് ചെയ്യും. ബാക്കി ഡീറ്റെയിൽസ്, ബാക്കി കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ വിഡ്രോയുടെ ഓപ്ഷൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് NFT ക്ലെയിം ചെയ്താൽ ഓക്കെ, ക്ലെയിം കിട്ടിയില്ലെങ്കിൽ ഓക്കെ. അതുകൊണ്ട് നിങ്ങൾക്ക് ഭാരപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഡെയിലിയുള്ള ടാസ്കുകൾ ചെയ്യുക. ഈ WAI കോയിൻ ഇത് കളക്ട് ചെയ്യുക. ഇത് രണ്ടുമാണ് ഇതിൽ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ബാക്കി ഇതിൻ്റെ പുറകിൽ ആവശ്യമില്ലാതെ നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. ഈ കാണുന്ന ടോക്കൺസൊക്കെ നിങ്ങൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കളക്ട് ചെയ്യുക. ഈ കാണുന്നത് അതുപോലെ തന്നെ എൻ്റെ മെയിൻ പേജിലുള്ള പോയിൻറ്റ്സുകൾ കളക്ട് ചെയ്യുക. ഇത് വിഡ്രോയും മറ്റു കാര്യങ്ങൾ വരികയാണെങ്കിൽ ആ ഒരു ടൈമിൽ നമുക്ക് നോക്കാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. നെക്സ്റ്റ് ഒരു അപ്ഡേറ്റിലേക്ക് നമുക്ക് പോകാം. ഗ്യാമിക്കിൻ്റെ അപ്ഡേറ്റുകൾ നമുക്ക് നോക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഗ്യാമിക്കിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ 2 ആപ്ലിക്കേഷനായിട്ട് കാണുന്നത് അപ്ഡേറ്റ് ചെയ്തപ്പോൾ വീണ്ടും പുതിയൊരു ആപ്ലിക്കേഷൻ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാനത് അൺഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൽ വന്നിട്ട് ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ വാലറ്റിൻ്റെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഡെയിലി റിവാർഡ് നിങ്ങൾ ക്ലെയിം ചെയ്തെടുക്കുക. അപ്പോൾ ആപ്ലിക്കേഷൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഈ കാണുന്ന ഇവിടെ ഒരു പുതിയൊരു ഓപ്ഷൻ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇതിൽ വന്നിട്ട് നിങ്ങളുടെ ഫേസ്ബുക്ക് കണക്റ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ ട്വിറ്റർ കണക്റ്റ് ആയിരിക്കണം. ഇത് 2 കണക്റ്റ് ആകുകയാണെങ്കിൽ ഈ ഓപ്ഷൻ നിങ്ങൾക്ക് ഓപ്പണായി വരും, വാല്യൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ആയിരിക്കും ആ ഒരു പേജ് ഓപ്പണായി വരിക. അപ്പോൾ ചെക്ക് എലിജിബിലിറ്റി ഫോർ ഗ്യാമിക് റിവാർഡ്, നമ്മുടെ ഇതിൻ്റെ റിവാർഡിൻ്റെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ ഈ കാണുന്ന ചെക്ക് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ എലിജിബിൾ ആണോ എലിജിബിൾ അല്ലയോ എന്നുള്ളത് അറിയാം. യു ആർ എലിജിബിൾ ഫോർ ഗ്യാമിക് റിവാർഡ്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ക്ലെയിം റിവാർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. ഇവിടെ വന്നിട്ട് റിവാർഡ് നമ്മൾക്ക് ക്ലെയിം ചെയ്യണമെങ്കിൽ എത്തേറിയം ബേസ് നെറ്റ്വർക്കിലുള്ള
ഇത്രയും പോയിൻ്റ് 0.001 ഒരു 2 രൂപയോ 1 രൂപയ്ക്കകത്തേ വരത്തുള്ളൂ. പക്ഷേ ഇത്രയും എത്തേറിയം നമുക്ക് വേണം. അപ്പോൾ ഇത്രയും എത്തേറിയം നമുക്ക് വേണമെങ്കിൽ നമ്മൾ എന്ത് വേണം, നിങ്ങളുടെ ഏതെങ്കിലും വാലറ്റിലോ അല്ലെങ്കിൽ എക്സ്ചേഞ്ചിലോ നിന്നൊക്കെ കൊണ്ടുവരിക ബുദ്ധിമുട്ടാണ്. അപ്പോൾ എൻ്റെ ആൾറെഡി OKX വാലറ്റിൽ എത്തേറിയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, അത് കൊണ്ടുവരാൻ വേണം. എങ്ങനെയാണ് ഇത് കൊണ്ടുവരേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, റിട്ടേൺ ഇറങ്ങിയതിന് ശേഷം ഇതിൻ്റെ ഹോം പേജിലേക്ക് വരിക. ഹോം പേജിലേക്ക് വന്നതിന് ശേഷം ഇതിലിപ്പോൾ നമ്മളൊന്നുകൂടി ബാക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ വന്നിട്ട് ഈ ഒരു വാലറ്റിൻ്റെ ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ കഴിയും. ഈ വാലറ്റിൻ്റെ ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. വാലറ്റിൻ്റെ ഓപ്ഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ കുറേ കോയിനുകൾ ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ഏറ്റവും മേളിൽ ഈ റൈറ്റ് സൈഡിലുള്ള ഈ പ്ലസിൻ്റെ ഈ ചിഹ്നം ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം നെറ്റ്വർക്കുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് വന്നിട്ട് ഈ കാണുന്ന ആൾ നെറ്റ്വർക്ക് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് നേരത്തെ ഞാൻ പറഞ്ഞ അവിടെയല്ല, ആൾ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ബേസ് ഇവിടെ എന്ത് ചെയ്യുക, ഇത് നമുക്ക് ആഡ് ചെയ്യണം. ഇത് ഇപ്പോൾ ആൾറെഡി ഇതിലില്ല. അപ്പോൾ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇതിൽ ബേസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ വന്നിട്ട് ബേസ് നെറ്റ്വർക്ക് ഇവിടെ വന്നിട്ടുണ്ട്. വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ നമ്മുടെ റിസീവിങ് അഡ്രസ്സ് കോപ്പി ചെയ്തെടുക്കുക. റിസീവിങ് അഡ്രസ്സ് കോപ്പി ചെയ്തെടുത്തതിന് ശേഷം എവിടെയാണോ നിങ്ങളുടെ വാലറ്റിലുള്ളത് അവിടേക്ക് നിങ്ങൾ പോവുക. അപ്പോൾ ഇതെൻ്റെ OKX വാലറ്റാണ്. OKX വാലറ്റിൽ ഇത് എൻ്റെ ഹിസ്റ്ററി ഞാൻ നോക്കുകയാണെങ്കിൽ ഇതിൽ എനിക്ക് വന്നിട്ട് ഒരു എത്തേറിയം ഉണ്ടായിരുന്നു. ബേസ് നെറ്റ്വർക്കിൽ ഇത്രയും എത്തേറിയം ഉണ്ടായിരുന്നു. ഞാൻ ആൾറെഡി വേറെ ഒരു എനിക്ക് ഗെയിമിക്ക് വാലറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്തു. നിങ്ങൾക്ക് ഇതുപോലെ ഈ എത്തേറിയത്തിൻ്റെ ബേസ് നെറ്റ്വർക്ക്, ഏത് എത്തേറിയം ആയാലും ബേസ് നെറ്റ്വർക്കിലാണ് നിങ്ങൾക്ക് കൊണ്ടുവരേണ്ടത്. ഓക്കെ, ഇത് നിങ്ങൾ നോക്കുക. അപ്പോൾ ഇത് ഞാൻ ആൾറെഡി വേറൊരു വാലറ്റിലേക്ക് കൊണ്ടുപോയതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കൊണ്ടുവന്നതിന് ശേഷം അപ്പോൾ എൻ്റെ വേറൊരു വാലറ്റിൽ ടോക്കൺസ് ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ വിഡ്രോ നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് വീഡിയോ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ കഴിയുന്നില്ല. എങ്കിലും ഞാനിത് മെയിനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകാം. അപ്പോൾ ഇതിൽ എത്തേറിയം നമുക്ക് വേണമെങ്കിൽ മാത്രമേ ഇതിൽ നമുക്ക് റിവാർഡ് കിട്ടത്തുള്ളൂ. ഈ ബൈ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, ഇവിടെ നമ്മുടെ ഏതാണോ കൊടുക്കേണ്ടത് അത് കൊടുക്കുക. ഇതിവിടെ വന്നിട്ട് എത്തേറിയം കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഈ ടോക്കണും കൊടുക്കേണ്ടി വരും. നമുക്ക് ഇതിൽ ഇവർ പറയുന്നത് നമുക്ക് ആൾറെഡി ഇവർ കുറച്ച് റിവാർഡ് തരും. റിവാർഡ് തന്നതിന് ശേഷം എത്രയാണോ റിവാർഡ് തരുന്നത് അത്രയും റിവാർഡ് വീണ്ടും വന്നിട്ട് ഈ ബൈ ചെയ്തതിന് ശേഷം 30 ദിവസം ഇവർ സ്റ്റാക്ക് ചെയ്ത് നിർത്താൻ പറയുന്നുണ്ട്. 30 ദിവസം സ്റ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇവർ വിഡ്രോ തരത്തുള്ളൂ. ഞാൻ ആൾറെഡി എൻ്റെ വേറെ ഒരു അക്കൗണ്ടിൽ ഞാനിത് എന്ത് ചെയ്യുക, റിവാർഡ് ക്ലെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ വേറെ ഒരു അക്കൗണ്ട്, ആരെയും റെഫർ ഒന്നും ചെയ്യാത്ത ഒരു അക്കൗണ്ടിൽ ഞാൻ ക്ലെയിം ചെയ്തതാണ്. അപ്പോൾ ഇത്രയും ഇത് കാണുന്നുണ്ട്. ഓക്കെ, $1614 വാല്യൂ ഉള്ള 34,774 ടോക്കൺ എനിക്ക് ക്ലെയിം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ക്ലെയിം ഇത് നമുക്ക് വിഡ്രോ കിട്ടണമെങ്കിൽ ഈ 34,774 ടോക്കൺ മേടിക്കണം. അപ്പോൾ എത്ര രൂപയായി? നമുക്ക് $1,614. അപ്പോൾ 1,00,000 രൂപയ്ക്ക് മേളിലുള്ളത് ഞാൻ മേടിക്കണം. ഇവിടെ വന്നിട്ട് ബൈ ചെയ്യണം. ബൈ ചെയ്ത് കഴിയുമ്പോൾ ഇത്രയും തന്നെ ടോക്കൺ കൂടെ കിട്ടും. നമുക്ക് ഇരട്ടി ടോക്കൺ കിട്ടും. അതിനുശേഷം ഇവിടെ നമ്മൾ സ്റ്റാക്ക് ചെയ്യണം. സ്റ്റാക്ക് ചെയ്ത് കഴിഞ്ഞ് 30 ദിവസം കഴിഞ്ഞാണ് നമുക്ക് വിഡ്രോ തരിക. ഓക്കെ, നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യും. ഇപ്പോൾ എനിക്ക് അത് കറക്റ്റായിട്ട് പ്രോപ്പർ അത് വർക്കാകുന്നില്ല. എൻ്റെ എല്ലാ ടോക്കൺസ് വിഡ്രോ വരുന്നില്ല. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇത് ഇത്രയും വലിയൊരു എഫക്റ്റ്, എന്താ പറയുക, പൈസ മുടക്കാനുള്ള പൈസ നമ്മുടെ കയ്യിലില്ല. അതുമല്ല, ഈ 30 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ ഇത് ഇത്രയും കിട്ടുമോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ബേസ് ടോക്കൺ $1 താഴെയുള്ള ടോക്കൺ മതിയാകും നമുക്ക് കൊണ്ടുവരേണ്ടത്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാനത് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് നോക്കാം 30 ദിവസം കഴിഞ്ഞ് ഇവർ അൺലോക്ക് ചെയ്ത് തരത്തില്ലയോ എന്നുള്ളത് കാര്യം അറിയില്ല. ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, സ്റ്റാക്ക് GNG ഫോർ 30 days ടു അൺലോക്ക് യുവർ GNG ടോക്കൺ. നമ്മുടെ ഈ കാണുന്ന ഇതൊക്കെ അൺലോക്കായി ഇത് LGNG ടോക്കണാണ്. ഇത് സ്റ്റാക്ക് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഈ നമുക്ക് GNG ടോക്കൺ വിഡ്രോ തരുമെന്നാണ് ഇവർ പറയുന്നത്.
അപ്പോൾ എന്തായാലും ഇത് വിഡ്രോ കിട്ടാനുള്ളൊരു സാധ്യത ഇപ്പോൾ കാണുന്നില്ല. ഇനി 30 ദിവസം കഴിഞ്ഞ് ആർക്കെങ്കിലും സ്റ്റാക്ക് ചെയ്തവർക്ക് വിഡ്രോ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതും അറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ റെഗുലറായിട്ട് വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സുകൾ, ഫ്രീ ആയിട്ടുള്ള ഏണിങ്സിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.